കോഫി സുജയിൽ ചായക്ക് എന്ത് കാര്യമെന്ന് ചോദിച്ചാൽ ചായക്കുണ്ട് കാര്യം. കാരണം ചായയിൽ മായമുള്ള ചായ നിങ്ങൾ കുടിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ കൃത്യമായി അന്വേഷിക്കുന്നത്. എന്തായാലും വ്യാജ തേയിലപ്പൊടിയെക്കുറിച്ചുള്ള റിപ്പോർട്ടർ അന്വേഷണം ശരിവെച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. കേരളത്തിലേക്ക് വ്യാപകമായി വ്യാജ തേയില കൊണ്ടുവരുന്നത് റിപ്പോർട്ടർ കണ്ടെത്തിയ അതേ ഉറവിടത്തിൽ നിന്ന് തന്നെയാണ് എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. കുനൂരിൽ നിന്ന് റിപ്പോർട്ടർ സംഘത്തിന് ലഭിച്ച തേയിലയിൽ വസ്ത്രങ്ങൾക്ക് നിറം കൂട്ടാൻ ചേർക്കുന്ന മാരക രാസവസ്തുക്കൾ കണ്ടെത്തിയിരുന്നു. തട്ടുകടകൾ കേന്ദ്രീകരിച്ച് ഈ തേയില വിതരണം ചെയ്യുന്നത് നിർത്തിവെപ്പിച്ചെന്ന് തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ MN ഷംസിയ റിപ്പോർട്ടറിനോട് പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ പല സ്ഥലത്തും തട്ടുകട സ്ക്വാഡ് നടത്തിയതിൻ്റെ ഭാഗമായി തിരൂരും വൈകിട്ട് 4:30 മണി മുതൽ രാത്രി ഒരു 8:30 മണി വരെ ഞങ്ങൾ തട്ടുകടകൾ കേന്ദ്രീകരിച്ച് നടത്തിയപ്പോൾ തിരൂര് തേയിലയിൽ വ്യാജ നിറം പോലെ ഞങ്ങൾക്ക് സംശയാസ്പദമായി തോന്നി. നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായത് ഊട്ടിയിൽ നിന്നും കൂനൂരിൽ നിന്നൊക്കെയാണ് ഇത്തരം തേയിലകൾ കൊറിയറായിട്ടാണ് അയച്ചു തന്നതെന്നും അതുപോലെ തന്നെ ഈ ചാക്കുകൾ പരിശോധിച്ചപ്പോൾ അതിൽ വ്യാജമായിട്ടുള്ള അഡ്രസ്സും FSSAI ലൈസൻസ് നമ്പറൊക്കെയാണ് കൊടുത്തിരുന്നത്. ചാക്കുകളൊക്കെ KRS റോഡ്വേസ് എന്ന കൊറിയർ ഇത് വഴി വന്നതാണ്. ഇപ്പോൾ ആ തേയില ഇവിടെ തിരൂര് വരുന്നില്ല. അത് കാരണം ഓൾറെഡി അയാൾക്ക് ആ പ്രോസിക്യൂഷൻ നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ കാർമോസിൻ, സൺസെറ്റ് യെല്ലോ, ടാർട്രസിൻ തുടങ്ങിയ കൃത്രിമ നിറങ്ങൾ തേയിലയിലുണ്ട് എന്ന് ലാബ് റിപ്പോർട്ട് കിട്ടി. സിന്തറ്റിക് ഫുഡ് കളേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി അലർജിക് റിയാക്ഷൻസ് ചിലവരിൽ ഉണ്ടാക്കാം. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ചിലവർക്ക് ആന്തരികമായിട്ടുള്ള മറ്റ് പല ഹെൽത്ത് എഫക്ട്സ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷേ ഇപ്പോൾ തിരൂർ മേഖലയിൽ തട്ടുകടകളിലും ഇപ്പോൾ എല്ലാ മാസവും 2-3 വട്ടമായിട്ട് തട്ടുകടൽ മാത്രം പരിശോധിച്ച് വൈകുന്നേരങ്ങളിൽ സ്ക്വാഡുണ്ട്. ഇത്തരം തേയിലകൾ ഇവർ സാധാരണ ഒരു കട ബേസ് ചെയ്തല്ല ഇത് സെയിൽ. ഇത് ഓൺലി തട്ടുകടകൾ അല്ലെങ്കിൽ ചായ വളരെയധികം വിൽക്കുന്ന കടകളിൽ ഒരു പാക്കിംഗ് ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ കൊണ്ടുവന്നാണ് കൊടുക്കുന്നത്. തട്ടുകളെ കേന്ദ്രീകരിച്ച പരിശോധനകൾ കർശനമാക്കും. മുബഷിർ പി അക്ബർ നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് മുബഷിർ പി അക്ബർ. ഗുഡ് മോർണിംഗ് സുജയ പാർവതി. മുബഷിർ പി അക്ബറിന്റെ അന്വേഷണ റിപ്പോർട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ശരിവച്ചിരിക്കുകയാണ്. കുനൂരിൽ അവിടെ തന്നെയായിരുന്നു ആ ഉറവിടം. അവിടെ നിന്ന് ഈ വ്യാജൻ എവിടേക്കൊക്കെ പോയിട്ടുണ്ടാകും എന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. നമ്മൾ നേരത്തെ നടത്തിയ ഒരു അന്വേഷണത്തിൽ കണ്ടെത്തി അവിടെ അന്ന് ആ സമയത്ത് പരിശോധനകൾ നടന്നതാണ്. മുബഷിർ ഓർമ്മയുണ്ടാവുമല്ലോ. വീണ്ടും നമ്മൾ തിരയുമ്പോൾ അടുത്ത ഇടത്ത് കൃത്യമായി അത് കണ്ടെത്തുകയാണ്. ഇതിന് ഒരു അവസാനം ഉണ്ടാക്കാനുള്ള നീക്കത്തിലേക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കടക്കുന്നുണ്ടോ മുബഷിർ? തീർച്ചയായും പരിശോധനകൾ കർശനമാക്കും. അത്തരമൊരു നിർദ്ദേശം മുകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർമാർ നമ്മളോട് പ്രതികരിക്കുന്നത്. എന്തായാലും ഒരു സംഭവത്തിൽ കൂരൂരിൽ നിന്നും നമുക്ക് ലഭിച്ച വ്യാജ തേയിലപ്പൊടി വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് നമ്മൾ കൈമാറിയിരുന്നു. വിശദമായ പരിശോധനയിൽ അവയിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ സൗണ്ട് ബൈറ്റിൽ ഫുഡ് സേഫ്റ്റി ഓഫീസറായിട്ടുള്ള MN ഷംസിയെ തന്നെ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. തേയിലയിൽ കാർമോയിസിൻ, അതുപോലെ തന്നെ ടാട്രസൈൻ, സൺസെറ്റ് യെല്ലോ എന്നീ 3 എലമെന്റ്സ് ആണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് സിന്തറ്റിക് ഫുഡ് കളേഴ്സ് ആണ് ഇവയൊക്കെ തന്നെ. വസ്ത്രങ്ങളിൽ നിറം ചേർക്കുന്നതിന് വേണ്ടിയാണ്, നിറം കൂട്ടുന്നതിന് വേണ്ടിയാണ് ഇവയൊക്കെ തന്നെ ചേർക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. യാതൊരു കാരണവശാലും തേയിലപ്പൊടിയിൽ ചേർക്കാൻ അനുവാദമില്ലാത്ത കെമിക്കലുകളാണ് ഇവ എന്നുള്ളതാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം തന്നെ സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ ഈ തിരൂരിലും അതുപോലെ തന്നെ വളാഞ്ചേരിയിലും ഭക്ഷ്യസുരക്ഷാ വിഭാഗം പിടികൂടിയിരുന്ന വ്യാജ തേയിലപ്പൊടി അതിൻ്റെ ഉറവിടം തേടിയുള്ള അന്വേഷണം റിപ്പോർട്ടർ ചെന്നെത്തിയ കൂനൂരിൽ നിന്ന് തന്നെയാണെന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. തട്ടുകടകൾ കേന്ദ്രീകരിച്ച് തേയിലകളുടെ സാമ്പിളുകൾ എടുത്ത് പരിശോധന നടത്താൻ കർശനമായ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഓഫീസർമാർ തന്നെ നമ്മളോട് വ്യക്തമാക്കുന്നത്. അത്തരമൊരു പരിശോധനകളുടെ ഏതെങ്കിലും മേഖലകളിൽ ഇത്തരത്തിലുള്ള വ്യാജ തേയിലപ്പൊടി ഉണ്ടെങ്കിൽ അത് പിടികൂടും. അവരുടെ ലൈസൻസ് തന്നെ റദ്ദാക്കും. കടകൾ അടച്ചുപൂട്ടാനുള്ള ഒരു നിർദ്ദേശം തന്നെ നൽകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നീലഗിരി ജില്ലാ ഭരണകൂടവും സമാനമായ രീതിയിലുള്ള പരിശോധന ആ ഒരു മേഖലയിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. നമ്മളവിടെ ഇൻവെസ്റ്റിഗേഷൻ എത്തുന്നതിന് തൊട്ട് മുൻപായി നീലഗിരി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നമ്മൾ പോയ സമാനമായിട്ടുള്ള സ്ഥലത്തെ കളക്ടർ നേരിട്ടെത്തി പരിശോധന നടത്തുകയും ചില കടകളൊക്കെ തന്നെ അടക്കുകയും പിഴ ചുമത്തുകയും ചെയ്തു. നമുക്ക് ലഭിച്ചിരുന്ന വിവരം ആഴ്ചകൾക്കുള്ളിൽ തന്നെ വീണ്ടും ഇത് സജീവമാകുന്ന മുബഷിർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും വിനോദ് കുമാർ പൊളിയാപുരം പറയുന്നു മുബഷിർ പി അക്ബറിന് ഒരു ബിഗ് സല്യൂട്ട്. അതോടൊപ്പം തന്നെ നസീർ പേരാമ്പ്ര പറയുന്നു ഞാൻ ചായ കൂടി നിർത്തി, മുബഷിറിന് നന്ദിയെന്ന്. അപ്പോൾ ചായ കൂടി നിർത്തേണ്ട കാര്യമുണ്ടോ? നല്ല ചായ ലഭ്യമാക്കാനല്ലേ നമ്മൾ ഈ അന്വേഷണ പരമ്പര?
തീർച്ചയായും നമ്മുടെ ഇഷ്ടപ്പെട്ട ശീലങ്ങളിൽ ഒന്ന് തന്നെയാണ് ചായ കൂടി. അത് നിർത്താൻ വേണ്ടിയല്ല, പക്ഷേ അത് കരുതലോടുകൂടി ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരമൊരു ഉദ്യമത്തിലേക്ക് റിപ്പോർട്ടർ സംഘം കടന്നിട്ടുള്ളത്. ഒരു മാധ്യമപ്രവർത്തൻ്റെ പ്രധാനപ്പെട്ട ഒരു കടമയായി തന്നെയാണ് ഇത് മനസ്സിലാക്കുന്നതും അവിടെ എത്തുന്നതും അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുള്ളതും. സ്വാഭാവികമായിട്ടും ചായ കൂടി നിർത്തേണ്ടതില്ല, ചായപ്പൊടി വാങ്ങുന്ന സമയത്ത് കരുതലോടുകൂടി അത് ചെയ്താൽ മതി എന്നുള്ളതാണ് വാർത്തയോടുകൂടി ഉദ്ദേശിച്ചിട്ടുള്ളത്. നിരവധി ആളുകൾ അത്തരം പ്രതികരണം നടത്തുന്നുമുണ്ട്. എന്തായാലും ഒരു അന്വേഷണം നമ്മൾ അവസാനിപ്പിക്കുന്നില്ല സുജയ. ഇനി ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉൾപ്പെടെയുള്ളവ പൊതുസമൂഹത്തിൽ എത്തിച്ചുകൊണ്ട് ഇതിൻ്റെ ഭവിഷ്യത്തുക്കളെക്കുറിച്ച് കൂടുതൽ വാർത്തകൾ നമ്മൾ ചെയ്യുമെന്നത് തന്നെയാണ് ഇതോടൊപ്പം പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു മുബഷീർ. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ വൈബ്രന്റ് ആകട്ടെ. ഇനിയും കൂടുതൽ വാർത്തകളുമായി വീണ്ടും കണ്ടുമുട്ടാം. മുബഷീർ പി അക്ബറാണ് ഈ തേയിലപ്പൊടിയിലെ വ്യാജനെ തുറന്നു കാട്ടിയത്. അന്വേഷണം നമ്മൾ തുടരുകയും ചെയ്യും. ഇപ്പോൾ